السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد. സഹോദരങ്ങളെ, അള്ളാഹു ഒരുപാട് ഖൈറാത്തുകൾ, നന്മകൾ നിശ്ചയിച്ച മാസമാണ് റമദാൻ മാസം. ആ മാസത്തിൽ അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ അടയാളങ്ങൾ ഒരുപാട് നമുക്ക് കാണുവാൻ സാധിക്കും. അവന്റെ അടിമകൾക്ക് അവന്റെ മഹത്തായ പാപമോചനങ്ങൾ നിശ്ചയിച്ച മാസമാണ് റമദാൻ മാസം. ആ റമദാൻ മാസം അതിൽ പരിശ്രമിക്കുക എന്നുള്ളത് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിൽ മറ്റെന്തെല്ലാം ലഭിക്കുന്നതിനേക്കാളും അവന് ഖൈറായതാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞത്, ഇദാ കാനത് അവ്വലു ലൈലത്തിൻ ഫി റമദാൻ, റമദാനിലെ ഒന്നാമത്തെ രാത്രി ആയി കഴിഞ്ഞാൽ ഫുത്തിഹത് അബ്വാബുൽ ജന്ന, സ്വർഗത്തിന്റെ കവാടങ്ങളെല്ലാം തുറക്കപ്പെടും. ഫലം യുഗ്ലഖ് മിൻഹാ ബാബുൻ, സ്വർഗത്തിന്റെ കവാടങ്ങളിൽ ഒന്നുപോലും അടയപ്പെടുകയില്ല. അതുപോലെ തന്നെ വഗുല്ലിഖത് അബ്വാബുൻ നാരി ഫലം യുഫ്തഹ് മിൻഹാ ബാബുൻ, നരകത്തിന്റെ കവാടങ്ങളെല്ലാം അടക്കപ്പെടും, അതിലൊന്നും തന്നെ ഒരു വാതിൽ പോലും തുറക്കപ്പെടുകയില്ല. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, യുനാദി മുനാദിൻ, റമദാനിന്റെ ഒന്നാമത്തെ രാത്രി ആയി കഴിഞ്ഞാൽ ഒരു വിളിയാളുണ്ടാകും. വിളിച്ചു പറയുന്ന ഒരാൾ വിളിച്ചു പറയും, യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ വയാ ബാഗിയശ് ശർരി അഖ്സിർ, നന്മ ആഗ്രഹിക്കുന്നവനെ നീ മുന്നോട്ട് വരിക, തിന്മ ആഗ്രഹിക്കുന്നവനെ, തിന്മ ഉദ്ദേശിക്കുന്നവനെ നീ നിന്റെ തിന്മകൾ കുറക്കുക, അത് അവസാനിപ്പിക്കുക. അപ്പൊ നോക്കൂ, റമദാനിന്റെ ഖൈറാത്തുകൾ അതിന്റെ ഒന്നാമത്തെ രാത്രി തന്നെ തുടങ്ങുകയാണ്. ആ ഒന്നാമത്തെ രാത്രി മുതൽ നമ്മൾ ഇബാദത്തിന്റെ കാര്യത്തിൽ പരിശ്രമിക്കുന്നവരാകണം. ഒന്നാമത്തെ രാത്രിയിലെ ഖൈറാത്തുകൾ നമുക്ക് നഷ്ടപ്പെടുവാൻ പാടില്ല. ഒന്നാമത്തെ രാത്രി മുതൽ തന്നെ നമ്മൾ നമ്മളുടെ പരിശ്രമം ആരംഭിക്കണം. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരു വിളിയാളം ഉണ്ടാകും, നന്മകൾ ആഗ്രഹിക്കുന്നവനെ നിങ്ങൾ മുന്നോട്ട് വരിക, നിങ്ങൾക്കുള്ള അവസരമാണിത്. തിന്മകൾ ആഗ്രഹിക്കുന്നവരെ, തിന്മകൾക്ക് താല്പര്യം ഉള്ള ആളുകളെ നിങ്ങൾ നിർത്തിവെക്കണം. നിങ്ങൾ തിന്മകൾ ചെയ്യാനുള്ള അവസരമല്ല ഇത് നന്മകൾ ചെയ്യുവാനും ഒരുപാട് നന്മകൾ നേടിയെടുക്കാനുമുള്ള അവസരമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. റമദാനിന്റെ എല്ലാ രാത്രിയിലും ഇതുപോലെയുള്ള വിളിയാളം ഉണ്ടാകുമെന്നാണ്. എല്ലാ രാത്രിയിലും ഇതുപോലുള്ള ഖൈറാത്തുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. അത് റമദാനിന്റെ ഒന്നാമത്തെ രാത്രി മുതൽ ആരംഭിക്കുന്നതാണ്. അതുകൊണ്ട് റമദാനിന്റെ ഒന്നാമത്തെ രാത്രി മുതൽ നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ അബ്ദിഹി വറസൂലിഹി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.